ഒരു കഥ പറയാം. കാര്യമുള്ള ഒരു കഥ. ഒരു രാജാവിൻ്റെ കഥ. രാജാവിന് പ്രായമായി, രോഗമായി, മരിക്കാറായി. രാജാവിനെ ആലോചിക്കും തോറും സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു തുടങ്ങി. കൊട്ടാരം, പരിചാരകർ, അംഗരക്ഷകർ, പത്നിമാർ, തോഴിമാർ ഇവരെല്ലാവരുടെയും ഇടയിൽ നിന്ന് താൻ ഒറ്റപ്പെടാൻ പോവുകയാണല്ലോ. അയാൾ ആലോചിച്ചു. അവസാനം ഒരാശയം തോന്നി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ ഭാര്യമാരിൽ ഒരാളെ തൻ്റെ കല്ലറയിലേക്ക് കൊണ്ടുപോകാമെന്ന്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4ാമത്തെ ഭാര്യയായിരുന്നു. സമീപകാലത്ത് മാത്രം വിവാഹം കഴിച്ച ഭാര്യ. അവളെ വിളിച്ചു. അവളോട് പറഞ്ഞു, പ്രിയേ, ഞാൻ മരിച്ചാൽ എന്നോടൊപ്പം നീ കല്ലറയിലേക്ക് വരുമോ? അവൾ പറഞ്ഞു, മഹാരാജൻ, എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അങ്ങ് രാജാവായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങേക്ക് തലനീട്ടി തന്നത്. അങ്ങ് മരിച്ചാൽ ഞാൻ അപ്പോൾ പടിയിറങ്ങും. രാജാവിന് വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ അദ്ദേഹം വിട്ടില്ല. 3ാമത്തെ ഭാര്യയെ വിളിച്ചു. പ്രിയേ, ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ. എൻ്റെ കല്ലറയിലേക്ക് നീയും കൂട്ടിന് വരുമോ? 3ാമത്തെ ഭാര്യ പറഞ്ഞു, മഹാരാജൻ, നിങ്ങൾ എന്താണ് ഈ കരുതുന്നത്? ഞാനിപ്പോഴും യുവതിയാണ്. അങ്ങ് കണ്ണടച്ചാൽ ഞാൻ മറ്റൊരാളെ തേടിപ്പോകും. രാജാവിൻ്റെ നിരാശ ഇരട്ടിച്ചു. പക്ഷേ രാജാവ് വിട്ടില്ല. തൻ്റെ 2ാമത്തെ ഭാര്യയെ വിളിച്ചു. പ്രിയേ, നീ എന്നോടൊപ്പം വരുമോ എൻ്റെ കല്ലറയിലേക്ക്? ഒന്ന് ആലോചിച്ചിട്ട് ആ ഭാര്യ പറഞ്ഞു, അങ്ങയുടെ കല്ലറയിലേക്ക് വരാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ കല്ലറയുടെ അടുത്ത് വരെ വരാം. രാജാവിന് വീണ്ടും നിരാശ തോന്നി. ഇത് നടക്കില്ല എന്ന് മനസ്സ് പറഞ്ഞു. അങ്ങനെ ഖിന്നനായി ഇരിക്കുന്നതിനിടയിൽ ദൂരെ നിന്നൊരു വിളിയാളം. ആരോ വരുന്നത് പോലെ. നോക്കുമ്പോൾ ആദ്യ ഭാര്യയാണ്, തൻ്റെ ജീവിതം പങ്കിട്ട ആദ്യത്തെ ജീവിത പങ്കാളി. അവർ പറഞ്ഞു, മഹാരാജൻ, അങ്ങ് കല്ലറയിലേക്ക് കൂട്ടിന് വരുമോ എന്ന് അങ്ങയുടെ പുതിയ ഭാര്യമാരോടൊക്കെ ചോദിക്കുന്നതായി ഞാൻ കേട്ടു. എന്നോട് അങ്ങ് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ വന്നിട്ടും കാര്യമില്ല. ഞാൻ വൃദ്ധയായി മാറിയിരിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം അറിയിക്കാം. വരാൻ കഴിയുമെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. കഥ ഇവിടെ കഴിഞ്ഞു. എന്താണ് കഥയിലെ കാര്യമെന്നല്ലേ? ഈ 4 ഭാര്യമാർ നമുക്കൊക്കെയുണ്ട് എന്നതാണ്. ഇതിലെ രാജാവ് നമ്മളൊക്കെ തന്നെയാണ്. കാരണം ആദ്യം സമീപിച്ച അവസാനത്തെ ഭാര്യ നമ്മൾ ഈ ജീവിതത്തിൽ നേടിയ സ്ഥാനമാനങ്ങളാണ്. നമ്മൾ കണ്ണടച്ചാൽ സ്ഥാനമാനങ്ങൾ ഇറങ്ങിപ്പോകും. 3ാമത്തെ ഭാര്യ എന്ന് പറഞ്ഞ 2ാമത് രാജാവ് വിളിച്ച ആൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തുക്കളാണ്. അത് നാം കണ്ണടച്ചാൽ നമ്മുടെ അനന്തരാവകാശികളിലേക്ക് ഒഴുകിപ്പോകും. 3ാമതായി രാജാവ് കണ്ട തൻ്റെ 2ാമത്തെ ഭാര്യ, അത് നമുക്കുണ്ടായ സന്തതികളാണ്. അവർ നാം മരിച്ചാൽ ഖബർ വരെ വരും. അതിലപ്പുറത്തേക്ക് അവരാരും വരില്ല. എന്നാൽ വിളിച്ചില്ലെങ്കിലും വരുന്ന ആദ്യത്തെ ഭാര്യ നമ്മുടെ സ്വന്തം മനസ്സാണ്. അതെപ്പോഴും ഒപ്പമുണ്ടാകും.